എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ ആശംസകൾ. എൻ്റെ എല്ലാ സുഷുമ്നക്രിയ യോഗികളും ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം 80% ആളുകളും പറയുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർ ശരീരം വിട്ടുപോകുമ്പോൾ സഹിക്കാനാവാത്ത വേദനയാണ് അനുഭവപ്പെടുന്നത് എന്ന്. വാസ്തവത്തിൽ അത്തരമൊരു വേദന ശരിക്കും അസഹനീയമാണ്. ഇതിന് എന്താണ് പരിഹാരം അമ്മകാരു? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. 1994 മഹാശിവരാത്രിയുടെ ശുഭദിനം വരെ എനിക്ക് തന്നെ ഇതിനെക്കുറിച്ച് വലിയ അവബോധം ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി 10 മണി മുതൽ പുലർച്ചെ 5 മണി വരെ തുടർച്ചയായി തേർഡ് ഐ, അതായത് മൂന്നാം കണ്ണിനെ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുമെന്ന് ഞാൻ മനസ്സിൽ ശക്തമായ സങ്കല്പമുണ്ടാക്കി. എന്തോ കാരണത്താൽ അന്ന് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ തന്നെ ഒരുപാട് പാമ്പുകളുടെ ദർശനം കാണാൻ തുടങ്ങി. മുമ്പ് ധ്യാനത്തിനിടെ ഇത്രയധികം പാമ്പുകളെ കണ്ടതായി ഓർമ്മയില്ലെന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്തുകൊണ്ടാണ് ഇന്നത് സംഭവിക്കുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഞാൻ 3 പ്രാവശ്യം ഒരു സങ്കല്പമുണ്ടാക്കി. എന്തുകൊണ്ട് ഇന്ന് ഞാൻ ഇതുപോലെ പാമ്പുകളെ കാണുന്നത്? അതിൻ്റെ കാരണമറിയണം. അത് എൻ്റെ കൺമുന്നിൽ സംഭവിക്കുന്നത് പോലെ വ്യക്തമായിരുന്നു. അപ്പോൾ ഏകദേശം പുലർച്ചെ 2 മണിയായിരിക്കണം. ദർശനം വെളിപ്പെട്ടപ്പോൾ ഞാൻ പശ്ചിമ ബംഗാളിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പ്രായം ഏകദേശം 30 വയസ്സായിരുന്നു. എൻ്റെ പേര് ശോഭ എന്നും എനിക്ക് 3 സഹോദരന്മാരുണ്ടായിരുന്നു. രസകരമായ കാര്യം, ഈ ജന്മത്തിൽ അവർ ആരാണെന്ന് എനിക്കറിയാം. പക്ഷേ അവരോട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ആളുകൾ ഇതിനോടകം തന്നെ ഈ ജന്മത്തിലെ ബന്ധങ്ങളും കെട്ടുപാടുകളുമായി ആശയക്കുഴപ്പത്തിലാണ്. അവരുടെ മുൻജന്മങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ആശയക്കുഴപ്പം വർദ്ധിക്കുകയേ ഉള്ളൂ. ഇനി ദർശനം തുടരുന്ന വേളയിൽ അന്ന് ആ ജന്മത്തിലെ എൻ്റെ ഗുരുജി ഞങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി വരികയായിരുന്നു. അങ്ങനെ വളരെ ആവേശത്തോടെ വീടിൻ്റെ മുറ്റത്തെ ഒരു ചെറിയ മത്സ്യക്കുളത്തിൽ നിന്ന് മീൻ പിടിക്കാനായി പോയി. ഞാൻ വീട്ടുജോലിക്കാരനോട് കുളത്തിൽ നിന്നും ഒരു വലിയ മത്സ്യം പുറത്തെടുക്കാനായി ആവശ്യപ്പെട്ടു. അത് വൃത്തിയാക്കി തിടുക്കത്തിൽ വീട്ടിലേക്ക് ഓടി. പെട്ടെന്ന് വാതിലിനടുത്തുണ്ടായിരുന്ന മൂർഖൻ പാമ്പ് എന്നെ കടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു. ആ സമയത്ത് എൻ്റെ പെരുവിരൽ മുതൽ തേർഡ് ഐ ചക്ര, അതായത് 3ാം കൺചക്ര വരെ എനിക്ക് സംവേദനം നഷ്ടപ്പെട്ടു. എൻ്റെ ശരീരത്തിൽ നിന്ന് ബോധം നഷ്ടപ്പെട്ട ഉടനെ പ്രാണൻ ഒരു ശബ്ദത്തോടെ 3ാം കണ്ണിൽ നിന്ന് ശരീരത്തിൻ്റെ പുറത്തു കടന്നു. ഇതെല്ലാം തികച്ചും വിചിത്രമായി തോന്നി. കാരണം ഞാൻ അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്നുണ്ടായിരുന്നു. ഈ ദർശനം എന്നിൽ നിറയുമ്പോൾ എന്നിൽ ആ യഥാർത്ഥ സംഭവം നടക്കുന്ന അനുഭവം ഉളവാക്കി. പാമ്പെന്നെ കടിക്കുന്നതും വിഷം മുകളിലേക്ക് സഞ്ചരിക്കുന്നതും ഞാൻ അനുഭവിച്ചു. പ്രാണൻ ശരീരത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ എനിക്ക് വളരെ ആശ്വാസം തോന്നി. എനിക്കത് വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയില്ല. ഒരു തത്തയെ സ്വർണ്ണക്കൂട്ടിൽ കയറ്റി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിട്ടയച്ചാൽ അത് എത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ പറന്നു പോകുമെന്ന് എനിക്ക് തോന്നി. എനിക്കും സമാനമായ ഒരു സന്തോഷമാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ഒരു ശരീരം ഉപേക്ഷിക്കുന്നത് അതിശയകരമാം വിധം സന്തോഷകരവും
ആഹ്ലാദകരവുമായ ഒരു അനുഭവമാണെന്ന് ഞാൻ ആ നിമിഷം മനസ്സിലാക്കി. കാരണം ആ നിമിഷം വരെ ശരീരം വിടുമ്പോൾ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന മിഥ്യാധാരണയിലായിരുന്നു ഞാൻ. മരണാനുഭവത്തിന് ശേഷം അടുത്ത ദിവസം രാവിലെ എൻ്റെ ദർശനത്തിൽ കണ്ട അതേ സ്ഥലത്ത് എൻ്റെ വലതുകാൽ പാദത്തിൽ ഒരു കറുത്ത പാട് രൂപപ്പെട്ടിരുന്നു. ആ അനുഭവം ഉണ്ടായ നിമിഷം മുതൽ എന്നിൽ ആ അടയാളം പ്രത്യക്ഷപ്പെട്ടു. സംഭവ ദിവസം മുൻപ് വരെ ആ അടയാളം എന്നിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ അത്രയും സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കൂടി അവരുടെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവർ അതേ ശരീരത്തിൽ തന്നെ തുടരണമെന്ന് നാം ചിന്തിക്കണോ? ചിലർ 80-90 വയസ്സ് പ്രായമുള്ള അവരുടെ മുത്തച്ഛന്മാരോ മാതാപിതാക്കളോ അവരുടെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ പോലും വളരെയധികം വേദന അനുഭവിക്കുന്നു. ഈ അറിവും അനുഭവവും നേടിയ ശേഷം നമ്മൾ ഉത്തമ ബോധ്യത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഒരു പുതിയ ശരീരം എടുക്കാൻ അനുവദിക്കണം. അങ്ങനെ ഓരോ സുഷുമ്നക്രിയ യോഗിയും ഈ പരമമായ സത്യത്തെ തിരിച്ചറിഞ്ഞ് നാം ഈ ശരീരം ഉപേക്ഷിച്ച് ഉയർന്ന തലങ്ങളിലേക്ക് അത്തരം കൃപയോടെ വേണം പോകാൻ. ഓം സുഷുമ്ന.